അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാൻ മാസത്തിന് ശേഷം വീണ്ടും നാം നമ്മുടെ പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠനം ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ റമളാൻ മാസം പരിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. ആ നിലക്ക് റമളാനിനെ വളരെ ഭംഗിയായി നാം എല്ലാവരും ഉപയോഗപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നാം പഠിച്ച ഖുർആനിലെ അധ്യായങ്ങളും വചനങ്ങളുമൊക്കെ റമളാനിൽ നമുക്ക് ഏറെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഈ ഉള്ളവൻ കരുതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നാം സൂറത്തു ഇബ്രാഹീമിൻ്റെ തഫ്സീറാണ് നിർവഹിച്ചു കൊണ്ടിരുന്നത്. സൂറത്തു ഇബ്രാഹീമിലെ 1 മുതൽ 34 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ച് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങൾ അവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വചനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِيَّ أَن نَّعْبُدَ الْأَصْنَامَ رب إنهن أضللن كثيرا من الناس فمن تبعني فإنه مني ومن عصاني فإنك غفور رحيم. الله سبحانه وتعالى 35-ാമത്തെ ആയത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനുശേഷം അദ്ദേഹം നിർവഹിച്ച ശ്രദ്ധേയമായ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. നാം മനസ്സിലാക്കിയതുപോലെ ഈ അദ്ധ്യായത്തിൻ്റെ പേര് സൂറത്തു ഇബ്രാഹിം എന്നാണ്. അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ 35-ാമത്തെ ആയത്ത് മുതൽക്ക് പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ നാമം ഈ അദ്ധ്യായത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്, എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എക്കാലഘട്ടത്തിലും അനിവാര്യമായ വിഷയങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം അഥവാ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? റബ്ബി ജഅൽ, റബ്ബി എൻ്റെ രക്ഷിതാവേ, എൻ്റെ റബ്ബേ. നമുക്കറിയാം റുബൂബിയത്തിന് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ്, രക്ഷാധികാരിയാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മ്, ആ ഒരു പേര്, ആ പേരിൽ അടങ്ങിയിട്ടുള്ള സിഫത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിക്കുക, സൃഷ്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും സൃഷ്ടികൾക്ക് അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവർക്ക് സുരക്ഷിതത്വവും സമാധാനവും
നൽകുകയും ചെയ്യുന്നവൻ. അതാണ് റബ്ബ് എന്ന ഇസ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഉൾക്കൊള്ളുന്ന സിഫത്ത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, രക്ഷാധികാരിയായിരിക്കുക, സംരക്ഷിക്കുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇസ്മ ഉപയോഗിച്ചുകൊണ്ടാണ് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ, ഇജ്അൽ അല്ലാഹുവേ നീ ആക്കണമേ, ഹാദൽ ബലദ ഈ ഒരു രാജ്യത്തെ, ഉദ്ദേശിക്കുന്നത് മക്കയെയാണ്, ആമിനൻ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ. അമ്നുള്ള അവസ്ഥക്കാണ് ആമിനായിരിക്കുക എന്ന് പറയുന്നത്. അമിന യമനു എന്ന് പറഞ്ഞാൽ നിർഭയമായിരിക്കുക, സുരക്ഷിതമായിരിക്കുക. അപ്പോൾ അല്ലാഹുവേ ഈ രാജ്യത്തെ മക്കയെ നീ നിർഭയത്വമുള്ള സുരക്ഷിതത്വമുള്ള രാജ്യമാക്കണമേ. അതാണ് റബ്ബിജ് അൽ ഹാദൽ ബലദ ആമിനൻ. പിന്നീട് പറയുന്നത് വ ജുനുബനി, എന്നെ നീ അകറ്റണമേ. ജനബ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ യജുനുബു ജൻബൻ, അതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് അകറ്റി നിർത്തുക, മാറ്റി നിർത്തുക, ദൂരെയാക്കുക എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത് വ ജുനുബ്നി, നീ എന്നെ അകറ്റണമേ, നീ എന്നെ അകറ്റി നിർത്തണമേ, ദൂരെയാക്കി നിർത്തണമേ. എന്നെ മാത്രമല്ല വ ബനിയ, എൻ്റെ സന്താനങ്ങളെയും, എൻ്റെ അബ്നാഇകളെ, എൻ്റെ ദുർരിയത്തിന്, എൻ്റെ മക്കളെയും നീ അകറ്റി നിർത്തണമേ. എന്തിൽ നിന്നാണ്? അൻ നഅ്ബുദ അൽ അസ്നാം, അൻ നഅ്ബുദ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്. അബദ യഅ്ബുദു ഇബാദത്തൻ, ആരാധിക്കുക, പൂജിക്കുക. അൻ നഅ്ബുദ അൽ അസ്നാം, സനമിൻ്റെ ജംആണ് അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ സന്താനങ്ങളെയും നീ അകറ്റി നിർത്തണമേ. ജന്നബ യുജന്നിബു എന്നൊക്കെ പറഞ്ഞാൽ മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. ജനബ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുക. വജുനുബിനി, ഞങ്ങളെ മാറ്റി നിർത്തണമേ, അകറ്റി നിർത്തണമേ എന്നാണ്, വിഗ്രഹാരാധനയിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ആയത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രധാനപ്പെട്ട 2 പ്രാർത്ഥനകളാണ് ഉൾക്കൊള്ളുന്നത്. എന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. വ ഇദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ പ്രാർത്ഥിച്ച സന്ദർഭം ശ്രദ്ധേയമാകുന്നു. അപ്പോൾ അതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം, അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകനാണ്, സകല സമൂഹത്തിനും അള്ളാഹു ഇമാമായി നിശ്ചയിച്ചിട്ടുള്ള മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന പ്രാധാന്യമറിയിക്കുന്നതാണ്. ഗൗരവമുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന ഒരു മുഖവുരയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ, ഇതിൻ്റെ തുടക്കത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ശേഷം ആ പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള ഒരു രാജ്യമാക്കണമേ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയായ ഹാജർ റളിയല്ലാഹു തആല അൻഹയെയും അതിലൂടെ ജനിച്ച ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ പ്രവാചകനെയും കുട്ടിയായിരിക്കെ തന്നെ മക്കയിൽ കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ പാർപ്പിക്കുകയാണ്, അവിടെ താമസിപ്പിക്കുകയാണ്. സ്വാഭാവികമായും അവർക്ക് സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട്, അവരുടെ സന്താന പരമ്പരകൾക്ക് സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം അവരെ അവിടെ കൊണ്ടുചെന്ന് പാർപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആൾതാമസമില്ല, ആരോരുമില്ല, അവിടെ വെള്ളം ലഭിക്കുന്ന സ്രോതസ്സുകളില്ല, കൃഷിയില്ല, അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവിടെ നിർഭയത്വമുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മുഫസ്സിരിങ്ങൾ സൂചിപ്പിച്ചതുപോലെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അവിടെ അള്ളാഹുവിൻ്റെ ഭവനം ബൈത്തുല്ലാഹ് അഥവാ മസ്ജിദുൽ ഹറം അവിടെ സ്ഥാപിക്കണമെന്നുള്ളത്. അങ്ങനെ മസ്ജിദുൽ ഹറം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന, ആരാധനകൾക്ക് വേണ്ടി വരുന്ന, തവാഫിന് വേണ്ടി വരുന്ന, ഹജ്ജിന് വേണ്ടി വരുന്ന, ഉംറയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾക്കൊക്കെ അവിടെ സംരക്ഷണം ലഭിക്കണം. സുരക്ഷിതമായി യാത്ര ചെയ്ത് അവിടെ എത്താനും അവിടെ എത്തിക്കഴിഞ്ഞാൽ സുരക്ഷിതത്വവും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മക്ക സുരക്ഷിതമായ ഒരു രാജ്യമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്യുന്നത്. അതോടൊപ്പം ഈ ഒരു പ്രാർത്ഥന എല്ലാ നാട്ടുകാർക്കും അവരുടെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്.
അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് നിർഭയത്വമാണ്, പേടിയില്ലാത്ത അവസ്ഥയാണ്. അരക്ഷിതാവസ്ഥ ഉണ്ടാവുക, പ്രശ്നങ്ങളുണ്ടാകുക, ഫിത്ന ഉണ്ടാവുക, ഫസാദ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് മനുഷ്യരുടെ സമാധാനം കെടുത്തുന്നതാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയെ ഇല്ലാതെയാക്കുന്നതാണ്, ജനങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഏതൊരു രാജ്യവും നിർഭയത്വത്തോടു കൂടി ഇരിക്കുക, സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലാകുന്നത്. നമുക്കൊക്കെ അറിയാം, സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോൾ അപ്പോഴാണ് നിർഭയത്വത്തിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി അവരവർ ജീവിക്കുന്ന നാടുകൾക്ക് വേണ്ടി, അത് അവരുടെ സ്വന്തം നാടാണെങ്കിലും ശരി, അവർ ജോലി ചെയ്യുന്ന നാടുകളാണെങ്കിലും ശരി, ഏത് രാജ്യമാകട്ടെ, എവിടെയാണോ അവർ ജീവിക്കുന്നത്, അവർക്കും അവിടെയുള്ള ആളുകൾക്കും എല്ലാവർക്കും സംരക്ഷണവും സുരക്ഷിതത്വവും ലഭിക്കാൻ വേണ്ടി ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സുരക്ഷിതത്വം ഒരു രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ ഗൗരവമേറിയ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം വജുനുബനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ സംരക്ഷിക്കണമേ, അതിൽ നിന്ന് ഞങ്ങളെ നീ വിദൂരമായി അകറ്റി നിർത്തണമേ എന്നാണ്. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ്. വിഗ്രഹാരാധനയെ ശക്തമായി എതിർത്തിട്ടുള്ള റസൂലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. വിഗ്രഹങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പോലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം ഷിർക്ക് എപ്പോഴാണ് ഒരാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. പിശാച് എങ്ങനെയാണ് അയാളെ വഴിതെറ്റിച്ച് കളയുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളും തന്നെ നിർഭയരായിരിക്കരുത്. കാരണം നാം നേരത്തെ അമ്നിനെക്കുറിച്ച് പറഞ്ഞു, രാജ്യത്തിൻ്റെ നിർഭയത്വം. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിക്ക് സ്വയം തോന്നുന്ന സുരക്ഷയും നിർഭയത്വവും. അതുണ്ടാകുന്നത് എപ്പോഴും തൗഹീദിലൂടെയാണ്. അതാണ് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ യാതൊരു നിലക്കും ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്താൽ അവർക്കാണ് നിർഭയത്വമുള്ളത്. അപ്പോൾ രണ്ട് നിർഭയത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന് രാഷ്ട്രത്തിലെ നിർഭയത്വം, മറ്റൊന്നൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നിർഭയത്വം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ ലോകത്തും ഖബറിലും മഹ്ശറിലും പരലോകത്തുമൊക്കെ നമുക്കുണ്ടാവേണ്ടുന്ന അമ്നാണ്. അത് ലഭിക്കണമെങ്കിൽ വിഗ്രഹാരാധനയിൽ നിന്ന്, ബഹുദൈവാരാധനയിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് മുക്തമാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിർഭയത്വം നൽകുന്ന വിശ്വാസം തൗഹീദാണ്. നമ്മെ ഭയപ്പാടിലാക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഷിർക്കാണ്. ആ ഷിർക്കിൽ നിന്നുള്ള മോചനം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. വജുനുബനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ സന്താനങ്ങളെയും. അദ്ദേഹത്തിൽ മാത്രം ആ പ്രാർത്ഥന ഒതുക്കിയില്ല, തൻ്റെ സന്താനങ്ങളെ കൂടി അതിൽ ഉൾപ്പെടുത്തി. ശേഷം വരുന്ന പ്രാർത്ഥനകളിലൊക്കെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സന്താനങ്ങളെ കൂടി പറയുന്നത്, കുടുംബത്തെ കൂടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ലഭിക്കുന്ന പോയിൻ്റ്, നാം എപ്പോഴെല്ലാം നമ്മുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ ആ ഖൈറ് നമ്മുടെ മക്കൾക്കും ഉണ്ടാകുവാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മക്കളുടെ തൗഹീദിൻ്റെ കാര്യമാണ്, അവരുടെ ആദർശത്തിൻ്റെ കാര്യമാണ്. അവർക്ക് നല്ല വിഭവങ്ങൾ ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നല്ല ജോലി കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ സന്താനങ്ങൾ അവർ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും ഒരു നിലക്കും ഷിർക്കിലേക്ക് പോവാതിരിക്കുവാനും ആ നിലക്ക് ആദർശ വിശുദ്ധിയും കരുത്തുമുള്ള മക്കളായി വളരാനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ പ്രാർത്ഥന നമുക്കൊക്കെ വളരെ വലിയ പാഠം നൽകുന്നതാണ്. വജുനുബനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് തഫ്സീർ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ പോലും ഷിർക്കിനെക്കുറിച്ച് നിർഭയനായിട്ടില്ലെങ്കിൽ, അത് സംഭവിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പേടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതല്ലാത്ത ആളുകളൊക്കെ എത്രമാത്രം ആ ഷിർക്കിനെക്കുറിച്ച് ഭയപ്പെടണം. എന്നാൽ പലരും വിചാരിക്കുന്നത്, ഞാനൊരിക്കലും ഷിർക്ക് ചെയ്യില്ല, എന്നിലേക്കൊരിക്കലും ഷിർക്ക് വരികയില്ല, ഞാൻ പെർഫെക്റ്റാണ് എന്ന് ധരിക്കുകയും
അവർ തൗഹീദിൻ്റെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവരുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അറിയാതെ ശിർക്ക് കടന്നു വരികയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു വലിയ രൂപമാണ് പിന്നീട് മുസ്ലിം സമൂഹത്തിൽ ധാരാളം ആളുകൾ വിഗ്രഹാരാധനയ്ക്ക് സമമായ രൂപത്തിൽ ഖബറാരാധന നിർവഹിക്കുന്നതും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും ഖബറുകളെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാക്കിക്കൊണ്ട് ബഹുദൈവാരാധകർ വിഗ്രഹങ്ങളുടെ അടുക്കൽ വെച്ച് എന്താണോ ചെയ്യുന്നത് അതൊക്കെ ജാറത്തിൽ പോയി ചെയ്യുകയും ചെയ്യുന്ന തനിച്ച ഷിർക്കിൻ്റെ ആളുകൾ, വ്യക്തികളെ, മനുഷ്യരെ ഇലാഹുകളാക്കി മാറ്റി അവരെ ആരാധിക്കുന്ന തനിച്ച ഷിർക്കിൻ്റെ ആളുകളെ നമുക്ക് മുസ്ലിം ഉമ്മത്തിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. വളരെ ആത്മാർത്ഥമായി നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ നിലക്ക് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇജ്അൽ ഹാദൽ ബലദ ആമിന, ഈ രാഷ്ട്രത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ. അതേപോലെ തന്നെ എന്നെയും മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് തടയണമേ. മാത്രമല്ല ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാരണമായിക്കൊണ്ട് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു പോയിൻ്റുണ്ട്. അദ്ദേഹം പറയുന്നത്, യദ്കുറു തആല ഫി ഹാദൽ മഖാമി മുഹ്തജ്ജൻ അലാ മുശ്രിക്കിൽ അറബ് بأن البلد الحرام مكة إنما وضعت أول ما وضعت على عبادة الله وحده لا شريك له وأن إبراهيم الذي كانت عامرة بسببه آهلة تبرأ ممن عبد غير الله وأنه دعا لمكة بالأمن فقال رب اجعل هذا البلد آمنا وقد استجاب الله له فقال تعالى أولم يروا أنا جعلنا حرما آمنا ويتخطف الناس من حولهم. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു നിർഭയത്വമുണ്ടോ അതിന് കാരണം തൗഹീദാണ്. കാരണം അവിടെ സ്ഥാപിക്കപ്പെട്ട മസ്ജിദുൽ ഹറം അത് സ്ഥാപിക്കപ്പെട്ടത് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അത് സ്ഥാപിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. മക്കൾക്ക് എന്തെല്ലാം ഖൈറുകൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗഹീദ് കാരണത്താലും അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചത് കാരണത്താലുമാണ്. ഈ അനുഗ്രഹം നിങ്ങൾ ഓർക്കുകയും ഷിർക്കിനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. കാരണം തൗഹീദ് കൊണ്ടാണ് ഈ രാജ്യത്തിന് നിർഭയത്വമുണ്ടായത്. തൗഹീദിനെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ ആ നിർഭയത്വം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നത്. അഥവാ മക്ക മുശ്രിക്കുകൾക്ക് തൗഹീദിൻ്റെ പ്രാധാന്യം, തൗഹീദിലൂടെയാണ് നിർഭയത്വമുണ്ടാകുന്നത്. വ്യക്തികൾക്കും രാഷ്ട്രത്തിനും തൗഹീദിലൂടെയാണ് നിർഭയത്വമുണ്ടാകുന്നത് എന്ന വളരെ വലിയ പാഠമാണ് ഈ 35-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതിനുശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, ഇന്നഹുന്ന, തീർച്ചയായും അവ, അഥവാ ഇവിടെ ഇന്നഹുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അൽ അസ്നാം, വിഗ്രഹങ്ങളാണ്. വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങൾ അദുലൽന, വഴി തെറ്റിച്ചിരിക്കുന്നു. അവല്ല യുദില്ലു ഇദ്ലാൽ എന്ന് പറഞ്ഞാൽ വഴി തെറ്റിക്കുക. അദുലൽന കസീറൻ മിനന്നാസ്, മനുഷ്യരിൽ വളരെ വലിയ ഒരു വിഭാഗത്തെ വിഗ്രഹങ്ങൾ വഴി തെറ്റിച്ചിരിക്കുന്നു, ഷിർക്കിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഫമൻ തബിഅനി, അതുകൊണ്ട് അല്ലാഹുവേ, മൻ തബിഅനി, ആരാണോ എന്നെ പിൻപറ്റുന്നത്, തബിഅ യത്ബഉ, തബഅ എന്ന് പറഞ്ഞാൽ പിൻപറ്റുക. ഫമൻ തബിഅനി, ആരാണോ എന്നെ പിൻപറ്റുന്നത്, ഫഇന്നഹു മിന്നി, അവൻ എന്നിൽപ്പെട്ടവനാകുന്നു, അഥവാ മുസ്ലിമാകുന്നു. വമൻ അസാനി, ഇനി ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത്, അസായ അസി എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുക. ഇനി ആരെങ്കിലും എന്നോട് അനുസരണക്കേട് കാണിച്ചാൽ ഫഇന്നക, തീർച്ചയായും നീ ഗഫൂറുൻ, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കാരുണ്യവാനുമാകുന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രാർത്ഥന നിർവഹിച്ചതിന് ശേഷം ആ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ കൂടി, തൻ്റെ ഹൃദയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് കൂടി അദ്ദേഹം ആ പ്രാർത്ഥനയിൽ, അത് റബ്ബിനറിയാം, എന്നാൽ പോലും അള്ളാഹുവിനോട് പറയുകയാണ്, റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ. വീണ്ടും റുബൂബിയത്തിൻ്റെ ആ ഇസ്മാണ് ഉപയോഗിച്ചത്. റബ്ബി ഇന്നഹുന്ന, ഈ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ സ്വയം വന്ന് മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. ആ വിഗ്രഹങ്ങൾ നിർമ്മിച്ചത് മനുഷ്യരാണ്. അതിനുള്ള പ്രേരണ അവർക്ക് ശക്തമായി നൽകിയത് ഇബ്ലീസും അവൻ്റെ സൈന്യങ്ങളുമാണ്. അതേ സന്ദർഭത്തിൽ ആ പ്രേരണയിലൂടെ ഉണ്ടാക്കപ്പെടുന്നത് വിഗ്രഹങ്ങളാണ്. ജനങ്ങൾ ആരാധിക്കുന്നതാകട്ടെ
ആ വിഗ്രഹങ്ങളെയാണ്. അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത്. അതേ സന്ദർഭത്തിൽ ആ വിഗ്രഹങ്ങളാണ് ആത്യന്തികമായി അത് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലല്ല. ആ വിഗ്രഹം ഉണ്ടാക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച ഷിർക്കിൻ്റെ ആദർശം, ഇബ്ലീസിൻ്റെ ആദർശം, അതാണ് ജനങ്ങളെ വഴിതെറ്റിച്ചിട്ടുള്ളത്. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, നിശ്ചയമായും വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ വിഗ്രഹം സ്ഥാപിക്കപ്പെടാൻ കാരണമായി തീർന്ന ആദർശവും അതിൻ്റെ വക്താക്കളും അദ്ലൽന കസീറൻ മിനന്നാസ്, ധാരാളം ജനങ്ങളെ വഴിതെറ്റിച്ചിട്ടുണ്ട്. സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വ അൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടില്ല പിശാചിനെ ആരാധിക്കരുത് എന്ന്, കാരണം അവൻ ധാരാളം തലമുറകളെ വഴിതെറ്റിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വിഗ്രഹങ്ങൾ വഴിതെറ്റിച്ചു എന്ന് പറയുമ്പോൾ ഷിർക്കാണ് ഉദ്ദേശം. ആ ഷിർക്കിന് പ്രേരിപ്പിക്കുന്ന ഇബ്ലീസും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താനുകളുമാണ് അതുകൊണ്ട് ഉദ്ദേശം. അതേപോലെ തന്നെ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ആ നിലക്കത് പറഞ്ഞു എന്ന് മാത്രമല്ല, പലപ്പോഴും ഇത്തരം ചിഹ്നങ്ങളും അടയാളങ്ങളും മനുഷ്യനെ ഷിർക്കിലേക്ക് ചായ്വുള്ളവരാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ശക്തമായി രൂപങ്ങളുണ്ടാക്കരുത്, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വരയ്ക്കരുത്, ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കരുത്, അത് ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ എവിടെയും സംവിധാനിക്കരുത്, അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ മായ്ച്ചു കളയണം, അതല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം എന്ന് ശക്തമായ ഭാഷയിൽ ഇസ്ലാം പറയാനുള്ള കാരണം ഇത്തരം ചിത്രങ്ങളും രൂപങ്ങളുമാണ് പിന്നീട് മനുഷ്യനെ ഷിർക്കിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതും ഈ ആയത്ത് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ആരാണോ എന്നെ പിൻപറ്റുന്നത് അവർ എന്നിൽപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുന്ന തൗഹീദ്, ഈ തൗഹീദ് സ്വീകരിക്കുന്നവർ മുഅ്മിനുകളാകുന്നു, മുസ്ലിമീങ്ങളാകുന്നു. എന്നാൽ വമന അസാനി, ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത്, അഥവാ തൗഹീദ് സ്വീകരിക്കാതെ ഷിർക്കിൽ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്, ഫഇന്നക ഗഫൂറുർ റഹീം, അങ്ങനെയാണെങ്കിൽ റബ്ബേ നീ അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്ന് പറഞ്ഞാൽ അവരെ നീ തൗഹീദിലേക്ക് കൊണ്ടുപോകണമേ, നിൻ്റെ റഹ്മത്തും നിൻ്റെ മഗ്ഫിറത്തും അവർക്ക് ലഭിക്കുന്ന രൂപത്തിൽ തൗഹീദിലേക്ക് അവർക്ക് നീ ചായ്വ് നൽകണമേ എന്നെല്ലാമുള്ള ആശയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ആ നിലക്ക് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും നീ പുറത്തു കൊടുക്കണമേ, ഷിർക്ക് ചെയ്യുന്നവരോട് മുസ്ലിമീങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ നീ കരുണ കാണിക്കണമേ എന്ന അർത്ഥത്തിലല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അപ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഉദ്ധരിക്കുന്ന വരികളിൽ നമുക്ക് കാണാം, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇസ്മഉ ഇലാ ഖൗലി ഖലീലില്ലാഹി ഇബ്രാഹിം. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗലിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ലാ വല്ലാഹി മാ കാനു തആനീന വലല്ല ആനീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായി കുറ്റപ്പെടുത്തി പറയുകയോ ശപിച്ചു പറയുകയോ ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല. വകാന യുഖാലു ഇന്ന മിൻ അശർരി ഇബാദില്ലാഹി കുല്ലു തആനില്ല ആൻ. അങ്ങേയറ്റം ശപിച്ചുകൊണ്ട് ചീത്ത വിളിക്കുന്ന ആളുകളാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശമെന്ന് പറയാറുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ശപിക്കുകയോ അതേ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും പറയുകയോ ചെയ്തിരുന്നില്ല. മറിച്ച് വമൻ അസാനി, എന്നോട് ആരാണോ അനുസരണക്കേട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത പറയാതെ, അതല്ലെങ്കിൽ അവരുടെ മേൽ ലഅനത്തുണ്ടാകട്ടെ എന്നുള്ള നിലക്ക് പറയാതെ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കിട്ടുന്നൊരവസ്ഥയിലേക്ക് അവരെ നീ എത്തിക്കണമേ എന്നുള്ള നിലക്ക് സൂചന നൽകുന്ന രൂപത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം, ആരാണോ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നത് അപ്പോൾ നീ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ആ ഒരു മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കുന്നതിലേക്ക് അവർക്ക് നീ ചായ്വ് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് പ്രബോധകന്മാരായ ആളുകൾക്കും വളരെ വലിയൊരു ഗുണപാഠം നൽകുന്ന കാര്യമാണ്. സമൂഹത്തെ അടച്ച് അധിക്ഷേപിക്കുക, ചീത്ത വിളിക്കുക എന്നതിനേക്കാൾ അവർ ഏതൊരു തെറ്റിലാണോ ഹറാമിലാണോ ഉള്ളത്, ഏതൊരു ഷിർക്കിലാണോ കുഫറിലാണോ ഉള്ളത്, അത് വ്യക്തമായി അവർക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ഗുണകാംക്ഷയോടുകൂടി അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക, അവർക്ക് വേണ്ടി ഹിദായത്ത് അവർക്ക് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതൊക്കെയാണ് നല്ല പ്രബോധകന്മാരുടെ രീതി എന്നതുകൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥന സൂറത്തുൽ മാഇദയിലെ 118
മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ആണ്. അതിലുള്ളതും ഇപ്രകാരമാണ്: ഇൻ തുഅദ്ദിബുഹും, അള്ളാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഫ ഇന്നഹും ഇബാദുക്, അവർ നിൻ്റെ അടിമകളാകുന്നു. വ ഇൻ തഗ്ഫിർ ലഹും, ഇനി നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ ഫ ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നിശ്ചയമായും നീ പ്രതാപിയും അഗാധജ്ഞനുമാകുന്നു. അവിടെയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിന് അവരെ ശിക്ഷിക്കണമേ, അതല്ലെങ്കിൽ അവരെ ശപിക്കണമേ എന്നുള്ള നിലക്കല്ല റബ്ബിനോട് പറയുന്നത്. മറിച്ച് അള്ളാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ പ്രതാപിയാണ്, അഗാധജ്ഞനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷിർക്കിൻ്റെ ആളുകൾക്കും കുഫറിൻ്റെ ആളുകൾക്കും അവർക്കും നീ പുറത്തു കൊടുത്ത് സ്വർഗത്തിലാക്കണമേ എന്നാണോ? ഒരിക്കലും അങ്ങനെയല്ല. പ്രവാചകന്മാർ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല. മറിച്ച് അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവേ നിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന, നിൻ്റെ മർഹമത്ത് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് റബ്ബേ നീ അവർക്ക് തൗഫീഖ് നൽകണമേ, അവർക്ക് നീ ഹിദായത്ത് നൽകണമേ എന്ന അർത്ഥത്തിലാണ്. മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കാണാൻ കഴിയും, അൻ അബ്ദുല്ലാഹി ബിൻ അംരിൻ അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാ ഖൗലല്ലാഹി ജല്ല വഅലാ ഫി ഇബ്രാഹിം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകൾ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ അള്ളാഹുവിൻ്റെ റസൂൽ പാരായണം ചെയ്തു. ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അതേപോലെ തന്നെ വഖാല ഈസ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. ഈ രണ്ട് ദുആകളും പറഞ്ഞതിന് ശേഷം ഫറഫഅ യദൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഉമ്മത്തി ഉമ്മത്തി, അള്ളാഹുവെ എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത്. വ ബക്ക, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരയാൻ തുടങ്ങി. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ഉമ്മത്തിനോട് വളരെ വലിയ സ്നേഹമായിരുന്നു. ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ആളുകൾ അവർ അത് തുടർന്നാൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് സങ്കടമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നിർവഹിച്ചു. വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഫഖാൽ അള്ളാഹു, അപ്പോൾ അള്ളാഹു പറഞ്ഞു, യാ ജിബ്രീലു ഇദ്ഹബി ഇലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വറബ്ബുക അഅലം ഫസൽഹു മാ യുബ്കി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുകയാണ്, താങ്കൾ പോയി നോക്കുക, എന്തിനാണ് പ്രവാചകൻ കരയുന്നത്? അള്ളാഹുവിനറിയാം. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അത് ചോദിക്കാൻ പറയുകയാണ്. ഫഅതാഹു ജിബ്രീലു ഫസഅലഹു ഫഅഖ്ബറഹു ബിമാ ഖാൽ വല്ലാഹു അഅലം. ഫഖാല അല്ലാഹ് യാ ജിബ്രീലു ഇദ്ഹബി ഇലാ മുഹമ്മദിൻ ഫഖുൽ ഇന്നാ സനുർദീക ഫീ ഉമ്മതിക്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിഷയം പറഞ്ഞു. ഈ ഉമ്മത്തിനെ ഓർത്താണ് റസൂലുള്ള കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോയി പറയുക, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ ഉമ്മത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു താങ്കളെ തൃപ്തിപ്പെടുത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ നിന്ന് ധാരാളം ആളുകളെ അള്ളാഹു തൗഹീദിലേക്ക് തൗഫീഖ് നൽകുന്നതാണ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രവാചകന്മാരൊക്കെ അവരുടെ ദുആകളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയായിരുന്നു ദുആ ചെയ്തിരുന്നത്. ഇതിലും നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. അതിലൊന്ന്, വിഗ്രഹങ്ങളും ഷിർക്കിൻ്റെ ആളുകളും എപ്രകാരമാണ് സമൂഹത്തെ വഴിതെറ്റിക്കുന്നത്, ഇതിനെക്കുറിച്ചൊരു പ്രബോധകൻ ബോധവാനായിരിക്കണം. പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിനെക്കുറിച്ച് ബോധവാനായിരുന്നു. അതുകൊണ്ടാണ് റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, ജനങ്ങളിൽ ധാരാളം ആളുകളെ ഇത് വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഷിർക്കിലേക്ക് നയിക്കുന്ന സമൂഹത്തിലെ സകല പ്രവണതകളെക്കുറിച്ചും പ്രബോധകന്മാർ അറിഞ്ഞിരിക്കുകയും ശക്തമായി അതിനെതിരെ അവർ ശബ്ദിക്കുകയും ജനങ്ങളെ വളരെ നസീഹത്തോടുകൂടി അതവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. തൗഹീദ് സ്വീകരിച്ച ആളുകൾക്ക് വേണ്ടി മഗ്ഫിറത്തും മർഹമത്തും അവർക്ക് നൽകാനും അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾക്ക് പുറത്തു കൊടുക്കാനും, തൗഹീദ് സ്വീകരിക്കാത്തവർ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്താനും വേണ്ടി ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥനയും പ്രബോധകന്മാരിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഗൗരവപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതും ഒരു വലിയ പാഠമായി ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് വീണ്ടും ധാരാളം കാര്യങ്ങൾ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിൽ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുബായിലുള്ള അർ-റാഷിദ് സെൻറ്റർ പരിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ ഹദീസുകളൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ധാരാളമായി ഇൽമ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഖുർആനും ഹദീസുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാൻ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. യുദ്ധക്കെടുതികളിൽ നിന്നും മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ രാജ്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വവും സമാധാനവും നിർഭയത്വവും നൽകുമാറാകട്ടെ. സമൂഹത്തിൽ ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരാജയപ്പെടുത്തട്ടെ. അവരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.